ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി വീണ ജോർജ്, ഏറ്റവും പുതിയതായിട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒന്ന് അറിയിക്കുമോ? സ്റ്റുഡൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. അവര് 5 പേര് ബ്രോഡ് ഡെഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ JDME പ്രിൻസിപ്പളും അറിയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ കാഷ്വാലിറ്റിയിലാണ് ഉള്ളത്. ബാക്കിയുള്ളവരുടെ എണ്ണം സംബന്ധിച്ച് 2 പേർ എന്നുള്ളത് ജനറൽ ഹോസ്പിറ്റലിൽ 2 പേർ എത്തിയിരുന്നു. അതിലൊരാൾക്ക് സീരിയസ് ഇഞ്ചുറി ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്നും പറഞ്ഞു. മറ്റുള്ളവർ കാഷ്വാലിറ്റിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പരിക്കേറ്റവരിൽ എത്ര പേർ ഇപ്പോൾ സീരിയസ് ആയിട്ട് ചികിത്സയിലുണ്ട് മിനിസ്റ്റർ? ഒരാളുടെ സീരിയസ് ഇഞ്ചുറി ആണെന്നാണ് അറിയിച്ചത്. അപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ഈ വിവരങ്ങൾ എത്ര പേർ വണ്ടിയിലുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ HODമാർ ഉൾപ്പെടെ സർജറിയും മറ്റ് മെഡിസിനും മറ്റ് HODമാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായി പോയി. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും അവർ ആ സ്ഥലം അവർക്ക് പരിചിതമായിരുന്നില്ല, മഴയുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെ, ഈ അപകട കാരണം എന്താകാം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? അങ്ങനെ ഒരു സ്ഥിരീകരിക്കത്തക്ക ഒരു വിവരം കിട്ടിയിട്ടില്ല. വിസിബിലിറ്റി കുറവായിരുന്നു, മഴയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ മറ്റ് തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. ഈ ആലപ്പുഴയിൽ പല ജില്ലകളിലുള്ള കുട്ടികളാണോ മിനിസ്റ്റർ? ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഉണ്ടാകാം, മറ്റു പല ജില്ലകളിൽ നിന്നല്ലേ? പ്രത്യേകിച്ചും സങ്കടം ഇപ്പോൾ അഡ്മിഷൻ നടപടികളൊക്കെ കുറച്ചു കാലമായിട്ടല്ലേ ഉള്ളൂ തീർന്നിട്ട്. ആ സ്ഥലമൊക്കെ പരിചയമായി വരുന്ന കുട്ടികളും കൂടിയായിരുന്നു. 1ാം വർഷ വിദ്യാർത്ഥികളാണ്. ആ ഒരു സങ്കടം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്ക് ഒന്നാമത് അവർ ഈ ഒരു എൻട്രൻസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ ഒരു തവണ ആവർത്തിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വന്ന് അവരുടെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടൊക്കെ കോഴ്സിന് ചേർന്ന കുട്ടികളാവും. അപ്പോ അവര് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ്. കോഴിക്കോടുണ്ട്, ലക്ഷദ്വീപിൽ നിന്ന് ഒരാളുണ്ട് എന്ന് പറയുന്നു. വിവിധ നമ്മുടെ പല ജില്ലകളിൽ നിന്നും ഇവിടെ ഉള്ള കുട്ടികൾ ഇതിലുണ്ട്. ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണോ മിനിസ്റ്റർ ഇവർ? അതെ അതെ, ഹോസ്റ്റലിൽ താമസിക്കുന്നതാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്.